മകരമാസത്തിൽ തിരുവോണം നാളിൽ പട്ടത്താന മഹോത്സവം. അതായത് മകരമാസം തിരുവോണം നാളിൽ പട്ടത്താന മഹോത്സവം എന്നിട്ട് അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട്. അതിന് ഒരുപാട് ആൾ അന്നദാനത്തിൽ പങ്കുവരും. അന്നത്തെ ദിവസം ഒരുപാട് പേർക്ക് അന്നദാനം നൽകും. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇതിന് മുമ്പിട്ട് നിങ്ങൾ എവിടെയാണ് അന്നദാനം കൊടുത്തത്? പന്തൽ കെട്ടിച്ച് കൊടുക്കുന്നത് അല്ലേ? ഇത് ഭഗവാന്റെ അനുഗ്രഹം ദൈവം ആയിക്കിട്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നമുക്കത് കൊടുക്കാൻ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത്രയും പൈസ കൊണ്ടു. ഇപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് കാഞ്ഞ് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം. ഞാൻ അങ്ങനെ സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വന്നിട്ടേ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കാറുള്ളൂ. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇത്രയും സമയം ഒത്തിരി ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതും നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുക. ഒരു ദേശത്തെയാണ് നിങ്ങൾ ചേർത്ത് പിടിക്കുന്നത്. ആ ദേശത്തെ നല്ലവരായ ഒത്തിരി മനുഷ്യന്മാരെയും ചേർത്ത് പിടിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം 1 രൂപയാണെങ്കിൽ 1 രൂപ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവരതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരും. കാരണം മലബാർ ദേവസ്വത്തിൽ ഒത്തിരി നല്ല നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ ധാരാളം ഞാൻ മുമ്പും കാണിച്ചു തന്നിട്ടുണ്ട്. അതിലും അതുപോലത്തെ ഒരു ക്ഷേത്രമാണ് നമ്മളെ ഇവിടെയുള്ള ക്ഷേത്രം. ഈ ദേശത്തിൻ്റെ ശരിക്കും എന്താ പേര്? മേനപ്പുറം അല്ലേ? മേനപ്പുറം എന്ന് പറഞ്ഞ ദേശത്തിൻ്റെ വില്ലേജിൽ ഈ ക്ഷേത്രമാണ്. ഏത് ചൊക്കിലെ വില്ലേജിൽ ഈ ക്ഷേത്രം മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ വേട്ടക്കൊരു മകൻ ക്ഷേത്രം വേറെ എവിടെയില്ല. പിന്നെ അപ്പുറം പേരും കണ്ടായിരിക്കും അല്ലേ? അങ്ങോട്ട് പിന്നെ മറ്റേ ഇവിടെ ഒരു ഉൾപ്പശിക്കാവ് അവിടെയുണ്ട്. അതെ പിന്നെ അപൂർവങ്ങളിൽ അതെ അതെ അപൂർവം. പിന്നീട് പിന്നെ തളിപ്പുറം ഭാഗത്തല്ല ഒന്നുള്ളത് അല്ലേ? ആ ഏരിയയിലാണ് ഉള്ളത് കൂടുതൽ. എന്നാൽ നല്ല നമസ്കാരം. എപ്പോഴും നമുക്ക് കാണാം. കൂടി പേര് പറഞ്ഞോളൂ. ഷാജൻ ശങ്കരൻ നമ്പൂതിരി. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ തന്നെ നിൽക്കുക. പിന്നെ ഇനി കുറച്ച് ചാനലിലേക്ക് ആളാവാനുള്ളൂ. അപ്പോൾ നിങ്ങൾ കൂടുതലും കൂടി ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ആരും ബുദ്ധിമുട്ടിക്കാതെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഈ യാത്ര കേരളം മുതൽ കൈലാസം വരെയാണ്. ഉൾഗ്രാമത്തിലുള്ള കൂടിയുള്ള യാത്രയാണ്. നമ്മൾ പുറമേ ശരിക്കും ഗുരുവായൂർ, ചോറ്റാനിക്കര, തിരുമാനാംകുന്ന് ഇത് മാത്രമല്ല സൂപ്പർ പവറുള്ള ക്ഷേത്രം. ഉൾഗ്രാമത്തിൽ ഇതുപോലുള്ള സൂപ്പർ പവറുള്ള ക്ഷേത്രങ്ങളുണ്ട്. ഇവിടെയാണ് നിങ്ങൾ വന്ന് കാണേണ്ടത്. ഇവിടെ ഒരു മാലിന്യമില്ല. നല്ല ജൈവ വളം ചേർത്തിട്ടുള്ള അല്ലേ സാധനമാണ് ഇത് നിങ്ങൾക്ക് നൽകുന്നത്. അല്ലാണ്ട് കെമിക്കൽ ചേർത്തിട്ടുള്ള സാധനമല്ല. അത്രയും നിങ്ങൾക്ക് വിശ്വസിച്ച് ധൈര്യത്തിൽ വരാം. നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഇവിടെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യാം. അത്രയധികം ഉൾഗ്രാമത്തിലാകുമ്പോൾ അത്രയധികം വിശ്വസിച്ച് അവർ സ്വന്തം പിന്നെ കുടുംബത്തിലെ ദേവതയെപ്പോൾ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഏത് ഇല്ലത്തിന് കീഴിലാണോ ഇത് വരുന്നത്? ഇത് ഏതെല്ലാം നമ്പ്യമ്മറ ക്ഷേത്രമല്ലേ ശരിക്കും ഇത്? അത് ഏതെല്ലാം ഇതിൽ 4 തറവാട് അറിയാം? ഒന്ന് മോദൂർ തറവാട്, ഒന്ന് കേളങ്ങത്തിടം തറവാട്, ഒന്ന് കക്കോട്ടിടം തറവാട്. ഇവരെല്ലാം ഉത്സവ സമയത്ത് ഇവിടെ എത്താറുണ്ടോ? എല്ലാ ദിവസവും എത്തിയാൽ ഒരു തറവാട്ടിൽ ഒരാൾ ഇവിടെ ഉണ്ടാവും. ട്രസ്റ്റി ബോർഡിന്റെ കീഴിലാണ്. നിങ്ങളെ അറിവിൽ ഈ ക്ഷേത്രത്തിൽ എത്ര കാലം പഴക്കം വരുന്നത്? ഞങ്ങളുടെ അറിവിൽ 900 വർഷം പഴക്കക്കാലമാണ് പറയുന്നുണ്ട് അല്ലേ? വർഷം വെച്ച് അങ്ങനെ ഉണ്ട് അല്ലേ? എങ്ങനെ ഈ ഭഗവാൻ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടത്? അത് ബാലുശ്ശേരി കോട്ടയിൽ നിന്ന് തമ്പുരാനുമായിട്ട് തമ്പുരാൻ പരീക്ഷിക്കാൻ ഭഗവാൻ വന്നിരുന്ന ആ ഭഗവാനെ തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട് തമ്പുരാൻ തമ്പുരാനോട് കോപിച്ചിട്ട് കൈലാസത്തിലേക്ക് അങ്ങനെ ശിവന്റെ അടുത്തുള്ള അച്ഛൻ്റെ അടുത്തേക്ക് തിരികെ പോകുന്നില്ല. ആ സമയത്താണ് ഇങ്ങനെ പല വന്നിരുന്നത്. അതങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ മഹാദേവന്റെ പുത്രൻ തന്നെയാണ് വേട്ടക്കൊരു മകൻ. മഹാദേവൻ തന്നെയാണ് ആൾ. അപ്പം എന്ന് വെച്ചാൽ അല്ലേ മറ്റൊരു രൂപത്തിൽ വന്നു മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്കും ഈ ക്ഷേത്രത്തിലെ പുണ്യഭൂമിയിൽ ചവിട്ടാൻ സാധിച്ചു. അത് ഭഗവാന്റെ അനുഗ്രഹവും ഇവിടുത്തെ ദേവതയുടെ അനുഗ്രഹമാണ്. അത് അല്ലെങ്കിൽ ഈ നട്ടുച്ച സമയത്ത് ഇവർ നമുക്ക് വേണ്ടി ഇത്രയും ഇവിടെ ഇപ്പം ഈ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ശാന്തിയും അതുപോലെ ഇതിൻ്റെ ക്ലർക്കടക്കം ഇതിനു വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇവർ ആത്മാർത്ഥമായി ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവരെ പോലുള്ള ആൾക്കാരുടെ കയ്യിലാണ്, ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ സംഗതി ഏൽപ്പിച്ചാൽ ഇനിയും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ആൾക്കാരുടെ കയ്യിലാണ് ഇതൊക്കെ ഏൽപ്പിക്കേണ്ടത്. അല്ലാതെ അപ്പുറത്തും മാറ്റി പറിച്ചു കൊണ്ടുവന്ന പോലത്തെ സംഭവം ആയിപ്പോകരുത്. നമ്മുടെ ക്ഷേത്രം ഒരിക്കലും നമ്മളെ ആചാര്യന്മാരോ ഗുരുക്കന്മാരോ ഒരാളും ഭഗവാന്റെ മുതലെടുത്തിട്ട് ഒരാളും ജീവിച്ചിട്ടില്ല.
അങ്ങനെ ചെയ്യാറുമില്ല. പക്ഷേ ഇതെങ്ങനെയൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നു. കലിയുഗം ആയതുകൊണ്ടായിരിക്കാം അല്ലേ. നമ്മൾ ആരും കുറ്റം പറയാനോ മോശം പറയാനോ ഇല്ല. അങ്ങനെ തെറ്റ് ചെയ്തൊരു കൂട്ടർക്ക് ഭഗവാൻ തന്നെ കൊടുത്തോളും, അത്രേ നമുക്ക് പറയാൻ കഴിയും അല്ലേ. ആത്മാർത്ഥമായി സത്യസന്ധമായിട്ട് തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എല്ലാവരും വരിക, കാണുക, നിങ്ങൾ ഇവിടുത്തെ ചൈതന്യത്തെ പറ്റിയും ഇവിടുത്തെ ശക്തിയെ പറ്റിയും നിങ്ങൾ മനസ്സിലാക്കുക. നല്ല നമസ്കാരം. ശിവോഹം. ഇതും ക്ഷേത്ര നമ്പറിനല്ലേ? ഇതെന്താന്ന് റൂം? അഗ്രശാലയാണല്ലേ? ആ അങ്ങനെ ആ സമയത്ത് ഉച്ച സമയത്ത് അല്ലേ? Mm-hmm.